കീഹോൾ ചെയ്യുമ്പോൾ വിത്തരസം പോണ ട്യൂബ് ഇഞ്ചുറി സംഭവിക്കുകയും അത് ഞങ്ങളിൽ നിന്നത് മറച്ചു വെക്കുകയും ചെയ്തു. ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിനെ 15-ാം തീയതി വന്ന് കണ്ടതാണ്. കരളിലായതുകൊണ്ട് പെട്ടെന്നൊരു സർജറി രണ്ടാമത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് ശ്രേയസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ആ സ്ത്രീ മരിച്ചുപോയി. ഒരു ചേട്ടൻ്റെ കാലിന് വേദന വന്നിട്ട് ചെന്നാണ്. അത് നരമ്പ് മുറിഞ്ഞിട്ട് അത് കെട്ടി വെച്ചിട്ട് അത് പഴുപ്പ് പിടിച്ചിട്ട് പിന്നെ കാല് ആകെ നാശമാക്കുകയാണ്. ഞങ്ങൾ ആസ്റ്ററിൽ ഞങ്ങൾക്ക് ഇതേവരെ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതല്ലാതെ തന്നെ ഇവർ രണ്ടാമത് ക്ലെയിം ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കിൻഡർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നിട്ട് 10 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ച വാർത്ത പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഈ കിൻഡർ ആശുപത്രിക്കെതിരെ വരുന്നത്. അത്തരത്തിൽ അവിടുത്തെ ചികിത്സാ പിഴവിന് വിധേയനായ കളമശ്ശേരി സ്വദേശിയായിട്ടുള്ള ജലീൽ നമ്മളൊപ്പം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റസീലയുമുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? വയറുവേദനയെ തുടർന്നാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും പറയുകയും അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ കീഹോൾ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ പിറ്റേന്ന് ദിവസം തന്നെ കീഹോൾ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തായിരുന്നു. കീഹോൾ ചെയ്യുമ്പോൾ വിത്തരസം പോണ ട്യൂബ് ഇഞ്ചുറി സംഭവിക്കുകയും അത് ഞങ്ങളിൽ നിന്നത് മറച്ചു വെക്കുകയും ചെയ്തു. പിന്നെ അത് ഞങ്ങൾ 8 ദിവസം കഴിഞ്ഞ് MRCP ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇഞ്ചുറി സംഭവിച്ചതായിട്ട് അറിയുന്നത്. പിന്നെ ആസ്റ്ററിലേക്ക് പോയിട്ട് ആസ്റ്ററിൽ നമുക്ക് ഓപ്പൺ സർജറി ചെയ്ത് ചെറുകുടൽ മുറിച്ച് അത് ട്യൂബാക്കിയിട്ട് ഇപ്പം അത് കൂട്ടി യോജിപ്പിച്ച് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കീഹോൾ ചെയ്ത ശരീരമാണ്. പക്ഷേ അത് പിന്നീട് ഇത്തരത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ അത് ഓപ്പൺ ചെയ്ത് വീണ്ടും സർജറി നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് പോയി. അതായത് 60,000 രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു കീഹോളായിരുന്നു. അത് പിന്നീട് അവരുടെ ചികിത്സാ പിഴവ് കൊണ്ട് 10 ലക്ഷം രൂപയ്ക്കടുത്ത് ചിലവ് വന്നു. ആസ്റ്ററിലാണ് ചെയ്തത്. എന്താ ഈ ഡോക്ടർ അപ്പോൾ പറഞ്ഞത്? ഈ ഡോക്ടർ നമ്മളെ വന്ന് കണ്ടിട്ട കാര്യങ്ങളൊന്നുമില്ല. ചെയ്ത ഡോക്ടർ ഒരു ഷെഫീഖ് എന്ന് പറഞ്ഞ ഡോക്ടർ, ചെയ്ത ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ഡെന്നി പോൾ കുറ്റിക്കാട്ട് എന്നാണ്. ഈ വേറെ ഷെഫീഖ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് നമ്മളെ അടുത്ത് ഈ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കി തന്നത്. ഡോക്ടർ ഡെന്നി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അന്ന് അവിടെ വരെയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് പോയപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് എന്നോട് സംസാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളും അത് കഴിഞ്ഞ് 3-ൻ്റെ അന്നാണ് പിന്നെ ഈ ഡോക്ടർ കാണാൻ വരുന്നതും. അത് അപ്പോഴും ആൾക്ക് മഞ്ഞപ്പിത്താണോ എന്നോളം ചോദിച്ചാണ് ആൾ വരുന്നതും. അപ്പം തന്നെ പോവുകയും ചെയ്തു. അതിന് ശേഷം പുള്ളിക്കാരൻ പിന്നെ നമ്മളെ വന്ന് കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഈ 15-ാം തീയതി 12-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിനെ 15-ാം തീയതി വന്ന് കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞേക്ക് ആൾക്ക് ശ്വാസം എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മറ്റേ ഷെഫീഖ് എന്ന് പറയുന്ന ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞത് ക്ലിപ്പ് ലൂസായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് പറഞ്ഞത്. അപ്പം ഞങ്ങളും കരുതി അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ഈ ഇഞ്ചുറി സംഭവിച്ചേക്കണ ഇവർ അപ്പോഴും ഞങ്ങളോട് പറയുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് MRCP റിസൾട്ട് വന്ന് ഞങ്ങൾ ഇതേമാതിരി ഞങ്ങളുടെ റിലേഷനിലുള്ള ഡോക്ടേഴ്സിനെ ഇവരെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം ഞങ്ങൾ അറിയണതും. അതുകൂടാതെ ഞങ്ങളത് അപ്പം തന്നെ ആസ്റ്ററിലേക്ക്, അപ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇനി ഇതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല, ആസ്റ്ററിലേക്കോ അല്ലെങ്കിൽ അമൃതയിലേക്കോ തന്നെ ഷിഫ്റ്റ് ചെയ്യണ കാര്യം. അപ്പോൾ ആസ്റ്ററിലേക്ക് ഈ പുള്ളിക്കാരൻ്റെ ഡോക്ടറിൻ്റെ സുഹൃത്താണ് മറ്റേ ദീപക് വർമ്മ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് റെഫർ ചെയ്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനി അവർ നോക്കിക്കോളാമെന്ന് സമ്മതിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് കരളിൽ നിന്ന് ആദ്യം തന്നെ പിത്തരസം പോകാനായിട്ട് ഒരു ട്യൂബ് ഇട്ട് തന്ന് നമ്മളെ വിടുകയാണ് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കരളിലായതുകൊണ്ട് പെട്ടെന്നൊരു സർജറി രണ്ടാമത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഒരു തടിപ്പ് വരുന്നവരെ ഒരു 5 ആഴ്ച 6 ആഴ്ച നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ തടിപ്പ് വന്നതിന് ശേഷമാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇതേപോലെ പിത്തരസം പോണ ട്യൂബ് മാറ്റി ആ ട്യൂബിൽ നിന്ന് പിത്തരസം കളഞ്ഞുകൊണ്ടിരുന്ന് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പിന്നെ കൈമലർത്തേ ഉണ്ടായത്. നമ്മൾ കിൻഡറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കൈമലർത്തുകയും ചെയ്ത് 1 ലക്ഷം രൂപ CSR ഫണ്ടിൽ നിന്ന് തരാമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് ഇത് ഇഞ്ചുറി സംഭവിച്ചിട്ടാണെന്നുള്ളത് എഴുതി തന്നെ അങ്ങനെ വേണമെങ്കിൽ എഴുതി തരാം, അതല്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ട് കൊണ്ട്
ആണെന്നുള്ള രീതിയിൽ എഴുതി തരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റും. അതിൻ്റെ ഞങ്ങൾക്ക് ഫോണിലും എല്ലാം സംസാരിച്ചതിൻ്റെ ഞങ്ങളുടെ കയ്യിൽ എല്ലാ നിങ്ങൾക്കൊരു സഹായം എന്ന രീതിയിൽ മാത്രം. അതെ അതെ, അതിന് ഞങ്ങൾ എഴുതി കൊടുക്കണമെന്ന്, അതായത് ഞങ്ങൾ പേഴ്സണൽ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ സംഭാഷണങ്ങൾ മൊത്തം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത് എല്ലാം ചേർത്തിട്ടാണ് ഞങ്ങളിപ്പോൾ വിവരങ്ങൾ മറച്ച് വെക്കണമൊന്നുമില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് ഇതൊക്കെ ചെയ്തെങ്കിലും ഇപ്പോഴും അവർ കൈമലർത്തി സംസാരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കേസിലേക്ക് പോയി. എന്തായാലും കാര്യം ഇത് മാത്രമല്ല, ഈ ചികിത്സാ പിഴവ് ഉണ്ടായി അതിനുശേഷം ഇവർ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഹോസ്റ്റലിലേക്ക് മാറ്റിയത് തന്നെ. കാരണം നിരന്തരമായിട്ട് ജലീലിൻ്റെ ഭാര്യ റസീല ഡോക്ടറോട് സംസാരിക്കുന്നു, അത്യാവശ്യമായിട്ട് മാറ്റണമെന്ന് പറയുന്നു. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഹോസ്റ്റലിലേക്ക് മാറ്റിയത് തന്നെ. അത് മാത്രമല്ല, ഹോസ്റ്റലിലേക്ക് മാറ്റിയതിന് ശേഷവും ഒരു ഇൻഷുറൻസ് തുകയും തട്ടിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അവർ നമ്മൾ ചെന്നപ്പോൾ തന്നെ അത് ആൾഡൻ എന്നും പറഞ്ഞൊരു ഇവരിരുത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലുകാർ തന്നെ ഇരുത്തിയേക്കണതാണ്. പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാൻ കാർഡും ഇതൊക്കെ വാങ്ങിച്ച് അവർ സബ്മിറ്റ് ചെയ്ത് റെഡിയാക്കിയായിരുന്നു. അപ്പം നമ്മൾ പൈസയൊന്നും അടക്കണ്ട, പിന്നെ പോകാൻ നേരത്ത് അവരായിരിക്കും അടക്കണത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 വീക്കിനുള്ളിൽ അറിയിക്കുമ്പോൾ നമുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഇൻഷുറൻസ് തുക തട്ടിയെടുത്തെന്നുള്ളത് നമ്മൾ രണ്ടാമതാണ്. ആദ്യത്തെ ഒരു എമൗണ്ട് അവർ എഴുതി വാങ്ങിച്ചു. അത് കൂടാതെ നമ്മൾ ഇവിടെ നിന്ന് ഇവർ ഡിസ്ചാർജ് അല്ല, ഇവർ ഇവിടെ നിന്ന് അങ്ങോട്ട് ആസ്റ്ററിലോട്ട് മാറ്റുക ചെയ്തത്. എന്നിട്ട് ആസ്റ്ററിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൻ്റെയൊക്കെ ഇവർ ഇവിടെ എഴുതി എടുത്തേക്കാണ്. അതായത് ഇവിടെ നമ്മൾ ബെഡിൽ കിടന്നു എന്നുള്ള രീതിയിൽ. ഞങ്ങൾ ആസ്റ്ററിൽ ഞങ്ങൾക്ക് ഇതേവരെ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതല്ലാതെ തന്നെ ഇവർ രണ്ടാമത് ക്ലെയിം ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഡോക്ടർ ഡെന്നി പി കുറ്റിക്കാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധക്കുറവാണ് ഇത്തരത്തിൽ ഈ ചികിത്സാ പിഴവ് ഉണ്ടാകാനുള്ള കാര്യമുണ്ടായത്. അതുമാത്രമല്ല, ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വീണ്ടും ഉണ്ട്. വേറെ 2 പേർക്കും ഇത്തരത്തിൽ ഇയാൾ ചികിത്സിച്ച രോഗികൾക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് ഒരു സ്ത്രീക്ക് ശ്രേയസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. ആ സ്ത്രീ മരിച്ചുപോയി. പിന്നെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത് PS മിഷനിൽ വെച്ചിട്ട് ഒരു ചേട്ടൻ്റെ കാലിന് വേദന വന്നിട്ട് ചെന്നാണ്. അത് നരമ്പ് മുറിഞ്ഞിട്ട് അത് കെട്ടി വെച്ചിട്ട് അത് പഴുപ്പ് പിടിച്ചിട്ട് പിന്നെ കാല് ആകെ നാശമായിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവർ കൊടുത്ത പരാതിയിൽ ഇതിൻ്റെ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. അവർക്ക് ഈ മൊഴി കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവരുടെ ഒരു ഫൈൻഡിങ്സ് കൃത്യമായ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ വീഴ്ചകളും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DMOയ്ക്ക് നൽകി. ഇനി അത് വിദഗ്ധ സമിതിയാണ് ഇനി അത് തീരുമാനമെടുക്കേണ്ടത്. അത് ഇതുവരെയും കൂടിയിട്ടില്ല, എക്സ്പേർട്ട് കമ്മിറ്റി കൂടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഏറെ നാളായിട്ട് ജലീലും ഭാര്യയും DMO ഓഫീസിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി ദിവസമായി ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിപ്പോൾ ഇത് എക്സ്പെർട്ട് പാനൽ കൂടിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നീങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമ്പോൾ ഇതിപ്പോൾ തൃക്കാക്കര അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഇത് എടുത്തേക്കണത്. അവിടെ ചെന്ന് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് എല്ലാ ഫയലുകളും DMO ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ എക്സ്പെർട്ട് പാനൽ കൂടണ ഒരു നടപടിക്രമമാണ്. അത് ഒരു 5-6 ഡോക്ടേഴ്സ് പുറത്തുനിന്ന് വന്നവരാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ ഒരു സൗകര്യം നോക്കിയിട്ടാണ് വന്ന് കൂടുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ദിവസമായിട്ട് നടക്കുന്നുണ്ട്? ഞങ്ങളിപ്പോൾ ഒരു 5-6 പ്രാവശ്യമായി DMO ഓഫീസിൽ ഞങ്ങൾ പോയിരുന്നു. 5-8 മാസത്തോളമായി ഞങ്ങളിത് കൂടാൻ കാര്യത്തിനെ പറ്റി അറിയാൻ വേണ്ടി അവിടെ പോയി നോക്കി അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തപ്പോൾ ആ പരാതി അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ആരോഗ്യമന്ത്രി ഇതുകൂടി ഒന്ന് കാണേണ്ടതാണ്. കാരണം ഗവൺമെൻറ് ആശുപത്രിയിൽ മാത്രമല്ല, സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കും അതിന് പരിഹാരം കാണണമെങ്കിൽ സർക്കാർ തന്നെയാണ് ഇടപെടേണ്ടത്. DMO ആണ് അത് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അവിടെയും ഇവരുടെയൊക്കെ ഒരു കടന്നുകയറ്റം, അതായത് ഇവരുടെ സ്വാധീനമാകാം, അതുകൊണ്ടായിരിക്കാം ഇവർക്ക് നീതി ലഭിക്കാത്തത്. എത്രയും വേഗം തന്നെ ഇവർക്ക് ആ എക്സ്പേർട്ട് കമ്മിറ്റി കൂടി അതിൻ്റെ ഒരു വിവരം നൽകണം, എന്താണ് അവരുടെ തീരുമാനമെന്ന്. അതിനുശേഷമാണ് ഇനി മുന്നോട്ടുള്ള നിയമ നടപടികൾക്ക് ഇവർക്ക് പോകാനുള്ളത്. ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജലീലും ഭാര്യയും. കൊച്ചിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.